നമസ്കാരം. ഇന്ത്യയിലെ കർഷക സമൂഹത്തിന് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സുരക്ഷാ കവചമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കൃഷി ചെയ്യാൻ പണമില്ലാതെ വലയുന്ന കർഷകരെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ബ്ലേഡ് പലിശക്കാരുടെയൊക്കെ തന്നെ ചതിക്കുഴികളിൽ ചെന്ന് പെടുന്നത് തടയുക, വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ആവശ്യത്തിന് മൂലധനം യഥാസമയം ലഭ്യമാക്കുക എന്നിവയൊക്കെയാണ് ഈ വിപ്ലവകരമായിട്ടുള്ള പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ നിലവിലെ കാർഷിക സാഹചര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെൻറ്റും ഈ പദ്ധതിയിൽ വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. വായ്പാ പരിധിയിലെ വർധനവ്, ഈടില്ലാതെ ലഭിക്കുന്ന തുകയുടെ വർധന, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സംയോജനം എന്നിങ്ങനെ കർഷകർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിർണായക വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക. പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. ലളിതമായിട്ട് പറഞ്ഞാൽ കർഷകർക്കായിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു കാർഡ് രൂപത്തിലുള്ള കാർഷിക ലോൺ സംവിധാനമാണ് ഈ KCC എന്ന് പറയുന്നത്. വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയൊക്കെ വാങ്ങുന്നതിനും വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾക്കും കർഷക കുടുംബങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്കുമൊക്കെ തന്നെ, അതുപോലെ കാർഷിക ആസ്തികളുടെ അറ്റകുറ്റപ്പണികൾക്കും ഈ തുക നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. സ്വന്തമായി കൃഷിഭൂമിയുള്ള വ്യക്തിഗത കർഷകർക്ക് മാത്രമല്ല, ഒന്നിലധികം കർഷകർ ചേർന്നുള്ള കൂട്ടായ്മകൾക്കും ഈ വായ്പയ്ക്ക് അർഹതയുണ്ട്. ഇതുകൂടാതെ സ്വന്തമായിട്ട് ഭൂമിയില്ലാതെ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർ, പങ്ക് കൃഷിക്കാർ, കർഷകരുടെ സ്വയം സഹായ സംഘങ്ങൾ, ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ എന്നിവയ്ക്കും ലളിതമായിട്ടുള്ള മാനദണ്ഡങ്ങളോടെ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൃഷിക്ക് പുറമെ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പശു, ആട് വളർത്തൽ, കോഴി വളർത്തൽ, അതുപോലെ തന്നെ മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ മേഖലകളിലൊക്കെ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കും ഈ പദ്ധതി പ്രകാരം വായ്പ തുക അനുവദിച്ച് നൽകുന്നുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത എന്നത് അതിൻ്റെ ബാധ്യതയില്ലാത്ത കുറഞ്ഞ പലിശ നിരക്കുകളാണ്. സാധാരണ നിലയിൽ ഈ വായ്പയുടെ പലിശ നിരക്ക് 7%. എന്നാൽ കർഷകരെടുത്ത വായ്പാ തുക അത് കൃത്യസമയത്ത് നിങ്ങൾ ബാങ്കിൽ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ഇളവ് പ്രകാരം 3% പലിശ സബ്സിഡി ആയിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് കൃത്യമായ ഇടപാടുകൾ നടത്തുന്ന ഒരു കർഷകന് ഫലത്തിൽ വെറും 4% പലിശ നിരക്ക് മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശ നിരക്കിനേക്കാൾ എത്രയോ കുറഞ്ഞ നിരക്കാണിത്. കൂടാതെ ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത അനുവദിക്കപ്പെട്ട ആകെ ലോൺ തുകയ്ക്ക് മുഴുവൻ പലിശ നൽകേണ്ടതില്ല എന്നതാണ്. നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ലോൺ അനുവദിച്ചതിൽ നിങ്ങളുടെ കൃഷി ആവശ്യത്തിനായിട്ട് ആദ്യഘട്ടത്തിൽ 50,000 രൂപ മാത്രമാണ് പിൻവലിച്ചതെങ്കിൽ ആ ഉപയോഗിച്ച തുകയ്ക്ക് മാത്രമേ ബാങ്ക് പലിശ ഈടാക്കുകയുള്ളൂ. ബാക്കി തുക നിങ്ങളുടെ അക്കൗണ്ടിൽ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. ഈ വർഷം റിസർവ് ബാങ്ക് വരുത്തിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കർഷകർക്ക് വലിയ തോതിൽ ആശ്വാസം പകരുന്നവയാണ്. ഒന്നാമതായിട്ട് യാതൊരുവിധ സെക്യൂരിറ്റിയോ ഭൂമിയുടെ പ്രമാണമോ പണയപ്പെടുത്താതെ ലഭിക്കുന്ന ഈടില്ലാത്ത വായ്പയുടെ പരിധി മുൻപുണ്ടായിരുന്ന 1,60,000 രൂപയിൽ നിന്നും 2 ലക്ഷം രൂപയായിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ചെറുകിട കർഷകർക്കും അതോടൊപ്പം തന്നെ പാട്ട കർഷകർക്കുമൊക്കെ തന്നെ വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമതായിട്ട് MIS സ്കീം പ്രകാരം കുറഞ്ഞ പലിശയിൽ ലഭിക്കുന്ന ആകെ കാർഷിക വായ്പയുടെ പരിധി 3 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. ഇതോടൊപ്പം തന്നെ വായ്പയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായിട്ട് നീട്ടിയിട്ടുണ്ട്. ഇതുവഴി കർഷകർക്ക് എല്ലാ വർഷവും ബാങ്കിൽ കയറി ഇറങ്ങി വായ്പ പുതുക്കേണ്ടി വരുന്ന വലിയൊരു മാനസിക ശാരീരിക ബുദ്ധിമുട്ടാണ് ഒഴിവാകുന്നത്. കൂടാതെ വിളവെടുപ്പ് കാലഘട്ടം ഏകീകരിച്ചുകൊണ്ട് ചുരുങ്ങിയ കാലയളവിലുള്ള വിളകൾക്ക് 12 മാസവും ദീർഘകാല വിളകൾക്ക് 18 മാസവുമായിട്ട് തിരിച്ചടവ് കാലാവധി കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. കേവലം കൃഷി ഇറക്കാൻ മാത്രമല്ല, കൃഷിയെ കൂടുതൽ ശാസ്ത്രീയവും സ്മാർട്ടുമാക്കാനും ഇപ്പോൾ KCC വായ്പ ഉപയോഗിക്കാം. മണ്ണ് പരിശോധന നടത്തുന്നതിനുള്ള ചെലവുകൾ, തത്സമയ കാലാവസ്ഥ പ്രവചന സേവനങ്ങൾ ലഭ്യമാക്കൽ, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കേഷൻ എന്നിവയ്ക്കുള്ള സാങ്കേതിക ചെലവുകൾ കൂടി ഇനി ഈ KCC ലോൺ പരിധിക്കുള്ളിൽ അനുവദിക്കാനായിട്ട് RBI ബാങ്കുകൾക്ക് കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം PM കിസാൻ സമ്മാൻ നിധി, അതോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ആനുകൂല്യങ്ങൾക്ക് തന്നെ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് ഒരു കർഷക ID, ഫാർമേഴ്സ് ID സ്വന്തമാക്കേണ്ടത് ഇപ്പോൾ നിർബന്ധമായിരിക്കുകയാണ്. ഈ ഡിജിറ്റൽ കർഷക ID ഉള്ളവർക്ക് മാത്രമേ ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുകയുള്ളൂ. വായ്പയുടെ പലിശയിളവ് കൃത്യമായിട്ട് അക്കൗണ്ടുകളിലേക്ക് വരണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ ലിങ്ക് ചെയ്യേണ്ടതും വളരെ അനിവാര്യമാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ വായ്പയ്ക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള പൊതുമേഖലാ ബാങ്കുകൾ, അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ സഹകരണ സംഘങ്ങൾ വഴിയൊക്കെ തന്നെ KCCക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ബാങ്കുകളുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് ഹോം ബ്രാഞ്ചുകളിലൊക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ട് അപേക്ഷ നിങ്ങൾക്ക് മാനുവലായിട്ട് ഓഫ്ലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം കൃത്യമായി പൂരിപ്പിച്ച ഫോം, വ്യക്തിത്വം തെളിയിക്കുന്നതിനുള്ള നിങ്ങളുടെ ആധാർ കാർഡ്, വോട്ടർ ID അല്ലെങ്കിൽ പാൻ കാർഡ്, വില്ലേജ് ഓഫീസിൽ നിന്നോ റവന്യൂ അധികാരികളിൽ നിന്നോ ഒക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തിയ പുതിയ ഭൂനികുതി രസീത്, നിലവിലെ കൃഷി വിവരങ്ങളൊക്കെ തന്നെ അടങ്ങിയ പകർപ്പ്, കൂടാതെ അപേക്ഷകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എന്നിവയൊക്കെയാണ് ഇതിലേക്ക് സമർപ്പിക്കേണ്ടത്.
അർഹരായിട്ടുള്ള എല്ലാ കർഷക സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഈ പ്രധാന അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്യുക. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.